ഒരുത്തൻ വരുന്നുണ്ട്. അവൻ മലയാള സിനിമ ഇൻഡസ്ട്രി എന്നല്ല ഞാൻ പറയുന്നത്, ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി ഇളക്കി മറിക്കാൻ വരുന്നൊരു അവതാരമുണ്ട്. പ്രിയദർശൻ എന്നാണ് പേര്. ട്രിവാൻഡ്രം ബേസ്ഡാണ്. നോക്കിക്കോ, വിത്തിൻ 3 or 4 years പ്രിയദർശൻ്റെ സാന്നിധ്യം ഇവിടെ ശക്തമായ രീതിയിൽ അനുഭവപ്പെടാൻ പോവുകയാണ്. നോക്കിക്കോ. ഇന്ത്യ കണ്ടതിൽ ഏറ്റവും നല്ലൊരു ടെക്നിക്കൽ പെർഫെക്ഷൻ ഉള്ള ഒരു ഡയറക്ടറായിട്ട് അയാൾ വളർന്നു. ഒരു ഷോട്ട് എടുക്കുമ്പോൾ ഉള്ളിലുള്ള ഒരു കരയിപ്പിക്കാനും പേടിപ്പിക്കാനും വളരെ എളുപ്പമാണ്. ഒന്ന് ചിരിപ്പിക്കാൻ നല്ല വിഷമം. ഞാൻ കർത്ത. എനിക്കറിയാം ഇവന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ. മല മല കുഞ്ഞിന്റെ പേര് മല. മലയല്ലടാ, കുന്ന് കുന്ന്. നിന്റെ അമ്മയുടെ 14 നടന്നില്ലേ ആ കുന്ന്. അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? ഇതാ ഒരു നീണ്ട ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കണം. ഒന്നുമില്ലേ, ഇല്ലെങ്കിൽ നീ എന്നെ സസ്പെൻഡ് ചെയ്യടാ. ഒപ്പിടുന്ന പട്ടി തെണ്ടി നായിന്റെ എനിക്കറിയാമെങ്കിൽ ഞാൻ എന്നോട് ചോദിക്കും എന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ അച്ചായ എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാരറിയൂ. ഇല്ലാതിരിക്കാൻ വഴിയില്ലോ. ആ വിശപ്പല്ല നമ്മളിന്ന് അടിച്ചെടുക്കും. ദുബായ് കണ്ടിട്ടുണ്ടോ? അപ്പൊ ദുബായ് ഇല്ലേ? നോക്ക് സാറേ, അപ്പൊ കാണും. എവിടെ ഏത് ഫോണിൽ കുഴപ്പമുണ്ടെങ്കിലും ആ കമ്പ്യൂട്ടർ ഉടനെ വിളിച്ചു പറയും ആ ഫോണിന് കുഴപ്പമുണ്ടെന്ന്. ഇവൻ കോയ ഞാൻ കോയ രണ്ടു കോയേ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്തു തട്ടിട്ട് പറയണം, നീ സുലൈമാനല്ല അനുമാനാണ്. ആരാ, എവിടെന്നാ, എന്ത് വേണം, എന്താ കാര്യം? കണ്ടിട്ടൊരു അവലക്ഷണം പിടിച്ചതിനെ പോലുണ്ടല്ലോ. ചേട്ടാ ഈ ചെറുപഴം എന്താവല്ല? തനിക്കൊരു ജെട്ടിട്ടുണ്ടോ? പട്ടി എടുത്തോണ്ട് വേണാണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞാണോ? ഓ, അതൊരു 3-4 കഴിഞ്ഞിരിക്കും. ഒരു മുത്തം തരാൻ പാടില്ലാതൊന്നും എന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ല. നേരത്തെ തൊട്ട അപ്പം മയ്യത്താവുന്ന പറഞ്ഞേക്കണ കള്ളപ്പന്നി. ഫസ്റ്റ് ഡേ ഫുൾ നേക്കടൊന്നും കാണാൻ ഒക്കില്ല. എനിക്ക് വിശക്കുന്നു. ആ ചാണക വണ്ടി പോരും, ഞാൻ കുറെ കോരിത്തരാം. മതിയാ, ഇവനെ വട്ട് തന്നെയാ. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? നിന്റെ അമ്മൂമ്മയുടെ ശവം എപ്പോഴാ പുറത്തേക്ക് കെട്ടിയിരിക്കണമെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇനി നിനക്ക് എന്താ അറിയണ്ടേ? ഞാനാണോ പെണ്ണാണോ അറിയില്ല. ഓടാ ഓടാ, ഇത് പബ്ലിക് റോഡാ. ഈ ഗേറ്റിന്റെ അപ്പുറത്തുള്ള കുത്തി മാത്രം നീ നോക്കിയാ മതി. ഊർക്കേ ആസനത്തിൽ അമ്പ് ഇറച്ച മതി. ഞാൻ ഇങ്ങനെ കിടന്ന് നടക്കുക. അധികം എന്റെ അടുത്ത് കളിക്കേണ്ടത്. അപ്പൊ അതിടത്ത് എവിടെയെങ്കിലും ഒളിച്ചു വെക്കണ്ടേ? मेरा नाम हरि है. ഈ സിഫിയിൽ നിന്നാണ് മനസ്സിലാക്കിയത് ഞാൻ ഇന്ത്യയിൽ 2ാമത്തെ ഏറ്റവും കൂടുതൽ ഹിന്ദി സിനിമ ചെയ്ത സംവിധായകൻ.
I've always thought that Priyan is better in drama and in action more than in comedy. But he's a great director. He's a genius. ജാതിയുടെയും മതത്തിന്റെ പേരിൽ കൊലയും നടത്താനല്ല പട്ടികളെ അയക്കാൻ വേണ്ടത്. രാപ്പകൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുതൽ പിടിച്ചു പറിക്കുന്നതിന്റെയും നടു റോഡിൽ അമ്മയും പെങ്ങളെ കയറി പിടിക്കുന്നതിന്റെ കഴുത്ത് വെട്ടാനാ. അഹിംസയും ഭക്തിയും ജീവിതമാർഗമായി സ്വീകരിച്ച എന്നെ നിങ്ങൾ കള്ളനാക്കിയില്ലേ, കൊലപാതകയാക്കിയില്ലേ, കുറ്റവാളിയാക്കിയില്ലേ? ഇതിൽ കൂടുതൽ എന്ത് ശിക്ഷയാണ് ബഹുമാനപ്പെട്ട കോടതിക്ക് ഇനി എന്റെ മേൽ വിധിക്കാനും? അതുകൊണ്ടല്ലേ മനുഷ്യരാരും കാട്ടാത്ത ഈ കോപ്പറാണ്ടിത്തരമൊക്കെ ഞാൻ കാട്ടുന്നത്. ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ നൗ. ഐ മീൻ ഇറ്റ്. ഐ ലവ് യു. വളച്ചു കെട്ടുന്നൊന്നുമില്ല. എന്നെ സ്ക്രിപ്റ്റ് വായിക്കാതെ തന്നെ ഞാൻ റെഡി എന്ന് പറഞ്ഞു സംവിധായകനായിരുന്നു. തന്നെ കണ്ട എനിക്കിപ്പോ ഐശ്വര്യയെ പോലെ തോന്നുക. എനിക്ക് പാർവതി കുട്ടിയെ പെരുത്ത് ഇഷ്ടമാണ്. കേരളത്തിൽ ജനിച്ച പ്രസിഡന്റ് KR നാരായണന് വസ്തുവാകാൻ ബർമ്മയിൽ എന്തിന് നമ്മുടെ മോഹൻലാലിന് വസ്തുവാകാൻ മദിരാശിയിൽ സുചിത്രൻ. അതുപോലെ എനിക്കും ഷൺമുഖത്തിനും വേണ്ടി ആരോ എവിടെയോ ഒരു ദിവസം കണ്ടുമുട്ടും. ഇനി റിപ്പയർ, ടെലിഫോൺ റിപ്പയർ. ഈ നേരത്താണോ റിപ്പയർ? മണി എത്രയെന്ന് അറിയാമോ? സോറി, ഞാൻ മാച്ചെടുത്തില്ല, ചോദിച്ചിട്ട്. നിങ്ങൾ ഇന്ന് ഭരിക്കുന്ന ഒരു രാജ്യവും നാളെ സ്വാതന്ത്ര്യം കിട്ടിയാലും പുരോഗമിക്കാൻ പാടില്ലെന്ന ഫ്യൂഡൽ കോംപ്ലക്സ്. അതിനാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയുടെ പേരിൽ മതവൈരാഗ്യത്തിന്റെ വിത്തുകൾ ഇന്നേ പാകിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ദ്രോഹം നാളെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാലും ആളിപ്പടരും. That will destroy the country. But there will be a day every Indian will realize that India has only one religion. That is patriotism. അത് ഷൂ മറ്റേത് തന്നെയായിരുന്നു. അത് ഷോട്ട് എടുത്തു കഴിഞ്ഞ് രമേശ് പുരി കെട്ടിപ്പിടിച്ചിട്ടാവും. ഞാൻ കോമഡി ചെയ്തിട്ടുണ്ട്, ഞാൻ ആക്ഷൻ ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്, ഞാൻ കാലാപാനിയുള്ള പീരിയഡ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ ഹൃദയത്തിൽ നിന്നെടുത്താണ് കാഞ്ചീവരം. வளர்த்து சமஞ்சி கல்யாணம் கட்டிக்கும் போது உன்னை பட்டு சேலை கட்டி தான் அனுப்புவேன். இது சத்தியம். സൂര്യനും ചന്ദ്രനും സാമരങ്ങൾ വീസിടവേ സന്തനമേ ഉറങ്ങ് ഉറങ്ങ്. ഹൃദയത്തിന് ഒരു അംഗീകാരം കിട്ടി. എന്റെ മനസ്സിൽ 3ാം ക്ലാസ്സിൽ വളർന്ന ഒരു ഹീറോ ഉണ്ടായിരുന്നു, കുഞ്ഞാലി വരെ. ആ ഹീറോയെ ഞാൻ വളർത്തിക്കൊണ്ടുവരുന്നതാണ് എന്റെ കുഞ്ഞാലി വരയ്ക്കാതെ. മനസ്സുകൊണ്ട് തുറന്നു പറയാൻ പറ്റും, ടെക്നിക്കലി മോസ്റ്റ് പെർഫെക്റ്റ് ഫിലിം എവർ മെയ്ഡ് ഇൻ ദിസ് കൺട്രി.